പി ദിലീപ് കുമാർ. ദിലീപ് ഇപ്പോൾ IC ബാലകൃഷ്ണനൊപ്പം ടി സിദ്ദിഖും സംസാരിക്കുകയായിരുന്നു ഇവരുടെ മന്ത്രി സ്ഥാനങ്ങളുടെ കാര്യത്തിൽ. പുറത്തേക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, പക്ഷേ ഇപ്പോഴും ചർച്ചകൾ തുടരുന്നുവെന്ന് IC ബാലകൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രകടമായൊരു സന്തോഷം ടി സിദ്ദിഖിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനിയും അന്തിമ ധാരണയാകേണ്ടതുണ്ടോ ദിലീപ്? അങ്ങനെയും ഒരു വിവരമുണ്ടോ? ഉന്മേഷ്, വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയുടെ കാര്യത്തിൽ മാത്രമാണ് അന്തിമ ധാരണ സംബന്ധിച്ച് ചില ചർച്ചകൾ കൂടുതൽ വേണ്ടി വന്നത്. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാനാകുന്നത്. അല്പസമയത്തിനകം നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഗവർണറെ കാണുന്നതിനായി ലോക് ഭവനിലേക്ക് പുറപ്പെടും. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം മുഖ്യമന്ത്രി എന്നതിന് പുറമെ ധനവകുപ്പിൻ്റെ ചുമതല കൂടി വഹിക്കും. ധനവകുപ്പിൻ്റെ ചുമതല, അതുകൂടാതെ തുറമുഖ വകുപ്പിൻ്റെ ചുമതലയും മുഖ്യമന്ത്രിയായിരിക്കും നിർവഹിക്കുക. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകളുടെ ചുമതലയായിരിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് റവന്യൂ വകുപ്പിൻ്റെ ചുമതലയായിരിക്കുമെന്നും ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ആരോഗ്യം, ദേവസ്വം വകുപ്പുകളുടെ ചുമതലയായിരിക്കും K മുരളീധരന് എന്ന കാര്യവും വരുന്നുണ്ട്. AP അനിൽകുമാറിന് ടൂറിസം വകുപ്പായിരിക്കും ലഭിക്കുക. M ലിജുവിന് എക്സൈസ്, സഹകരണം എന്നീ വകുപ്പുകളായിരിക്കും. PC വിഷ്ണുനാഥിന് വൈദ്യുതി വകുപ്പിൻ്റെ ചുമതലയായിരിക്കും ലഭിക്കുക. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയും സാമൂഹ്യനീതിയുടെയും വകുപ്പിൻ്റെയും ചുമതല ലഭിക്കുമെന്നാണ് സൂചന. CP ജോണിന് ഗതാഗത വകുപ്പിൻ്റെ ചുമതലയായിരിക്കും എന്നും അറിയുന്നുണ്ട്. ഇതിൽ VD സതീശന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ധനവകുപ്പിന് പുറമെ നികുതി, ലോട്ടറി, പൊതുഭരണം, PRD, ഓൾ ഇന്ത്യ സർവീസസ് എന്നിവയുടെ ചുമതല കൂടി തുറമുഖ വകുപ്പും VD സതീശനായിരിക്കും വഹിക്കുക. അങ്ങനെ ആ നിലയിലാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരെ സംബന്ധിച്ച് അവർ നേരത്തെ 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവർ വഹിച്ചിരുന്ന ആ ചുമതലകൾ നൽകണം എന്നായിരുന്നു മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നത്. ആ നിലയിൽ കോൺഗ്രസ് നേതൃത്വം അനുകൂലമായി പ്രതികരിച്ചിട്ടുമുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇപ്പോൾ 2 മന്ത്രിസ്ഥാനമാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഒരു മന്ത്രിസ്ഥാനം ചീഫ് വിപ്പ് ഈ നിലയിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വഴങ്ങിയിട്ടുണ്ട്. ആ വകുപ്പ് ജോസഫ് വിഭാഗത്തിന് നൽകുന്നത് ജലവിഭവ വകുപ്പായിരിക്കും. നേരത്തെ ഷിബു ബേബി ജോൺ, RSPയുടെ നേതാവായിട്ടുള്ള, RSPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഷിബു ബേബി ജോൺ ജലവിഭവ വകുപ്പിന് അവകാശവാദം ഉന്നയിച്ചിരുന്നതാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഏതാണ്ട് അനുകൂലമായ പ്രതികരണമായിരുന്നു ഷിബു ബേബി ജോണിന് ലഭിച്ചിരുന്നത്. അദ്ദേഹം നേരത്തെ 2011 വഹിച്ചിരുന്ന തൊഴിൽ വകുപ്പ് വേണ്ട എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. മാത്രമല്ല അന്ന് ഒരു MLA മാത്രമായിരുന്നു RSP Bക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ 3 MLAമാരുണ്ട്. മാത്രമല്ല പയ്യന്നൂരിൽ ജയിച്ച V കുഞ്ഞികൃഷ്ണൻ, അത് RSPക്ക് നീക്കിവെച്ചിരുന്ന സീറ്റാണ് UDFൽ. അവിടെ RSP സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. V കുഞ്ഞികൃഷ്ണൻ പിന്നീട് മത്സരരംഗത്ത് വന്നതോടുകൂടി പിന്തുണ നൽകുകയായിരുന്നു. V കുഞ്ഞികൃഷ്ണൻ്റെ കൂടി പിന്തുണ അത് RSPയുടെ നിയമസഭാ കക്ഷിക്കുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തൊഴിൽ വകുപ്പല്ലാത്ത മറ്റേതെങ്കിലും സുപ്രധാന വകുപ്പുകൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ജലവിഭവം ഉണ്ടായിരുന്നു, ടൂറിസം ഉണ്ടായിരുന്നു. പക്ഷേ ആ വകുപ്പുകളിൽ ഏതായിരിക്കും ഇനി ഷിബു ബേബി ജോണിന് ലഭിക്കുക എന്ന് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.